ഒരു പതിറ്റാണ്ടോളമായി തുടരുന്ന പീഡനങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കുമെതിരെ ഒരു ദളിത് സ്ത്രീ നടത്തുന്ന പോരാട്ടങ്ങളുടെ ബാക്കിപത്രമാണ് ഈ സത്യാഗ്രഹ സമരം. 2005 ഒക്ടോബറിൽ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം വാങ്ങിയ ഓട്ടോറിക്ഷയുമായി പയ്യന്നൂർ എടാട്ടെ ടാക്സി സ്റ്റാൻഡിലെത്തിയതോടെയാണ് ചിത്രലേഖയുടെ ദുരിതജീവിതം ആരംഭിക്കുന്നത്. CIT യൂണിയനിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ ചിത്രലേഖയ്ക്കും അവരുടെ വാഹനത്തിനു നേരെ നിരവധി തവണ അക്രമം അയച്ചുവിട്ടു. ഇതിനെ ചോദ്യം ചെയ്തതിന് പ്രതികാരമായി ഇവരുടെ വീടിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ CPM നിരന്തരമായി അക്രമം നടത്തിയതായും ചിത്രലേഖ ആരോപിക്കുന്നു. ഇതിനിടയിൽ ഇവർക്കെതിരെ നിരവധി കേസുകളുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി ചിത്രലേഖ കലക്ടറേറ്റിന് മുന്നിൽ എത്തിയത്. ഇവർ നമ്മളെ നിരന്തരമായിട്ട് ദ്രോഹിക്കുന്നത് അത് നിർത്തലാക്കാനുള്ള ഒരു സംവിധാനം അത് എന്തായാലും ഇവരുടെ കളക്ടർ ഭാഗത്തുനിന്നായാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും അതുണ്ടാവും. 80 വയസ്സുള്ള മുത്തശ്ശി നാരായണിയും ഭർത്താവ് ശ്രീഷ്കാന്തും 2 മക്കളും ചിത്രലേഖയ്ക്കൊപ്പം സമരപന്തലിലുണ്ട്. നിരവധി ദളിത് സംഘടനകളും ഇതിനോടകം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ സമരം 5 ദിവസം പിന്നിട്ടിട്ടും ജില്ലാ ഭരണകൂടം ചിത്രലേഖയുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. മീഡിയ 1 കണ്ണൂർ.